ഒന്ന് ശമൂവേൽ 15-ാം അധ്യായം. ബാരയ്ക്കുമോർ അനന്തരം ശമൂവേൽ ശൗലിനോട് പറഞ്ഞതെന്നാൽ, യഹോവ നിന്നെ തൻ്റെ ജനമായ ഇസ്രായേലിന് രാജാവായിട്ടു അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ. അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊള്ളുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ചു ആമാലിലേക്ക് അവരെ ആക്രമിച്ചു അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു. ആകയാൽ നീ ചെന്നു ആമാലിക്കരെ തോൽപ്പിച്ചു അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവയെയും സംഹരിച്ചു കളക. എന്നാറെ ശൗൽ ജനത്തെ ഒന്നിച്ചുകൂട്ടി തെലായിയിൽ വെച്ചു അവരെ എണ്ണി. യഹൂദ ഗോത്രക്കാരായ 10,000 പേർ ഒഴികെ 2,00,000 കാലാളുണ്ടായിരുന്നു. പിന്നെ ശൗൽ അമാലേക്യരുടെ പ്രധാന നഗരം വരെ ചെന്നു തോട്ടിനരികെ പതിയിരിപ്പാക്കി. എന്നാൽ ശൗൽ കേന്യരോടു, ഞാൻ നിങ്ങളെ അമാലേക്യരോടുകൂടെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവരുടെ ഇടയിൽ നിന്നു പുറപ്പെട്ടുകൊള്ളുവിൻ. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ നിങ്ങൾ അവർക്ക് ദയ ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കേന്യർ അമാലേക്യരുടെ ഇടയിൽ നിന്നു പുറപ്പെട്ടുപോയി. പിന്നെ ശൗൽ ഹബീല മുതൽ മിസ്രയീമിൽ നിന്നു കിഴക്കുള്ള ഷൂർ വരെ അമാലേക്യരെ സംഹരിച്ചു. അമാലേക്യരുടെ രാജാവായ അഗീഗാഗിനെ ജീവനോടെ പിടിച്ചു. ജനങ്ങളെയും ഒക്കെയും വാളിന്റെ വായ്ത്തലയാൽ നിർമൂലമാക്കി. എന്നാൽ ശൗലും ജനവും അഗാഗിനെയും ആടുമാട്, തടിച്ച മൃഗം എന്നിവയിൽ മേത്തരമായവരെയും കുഞ്ഞാടുകളെയും ഉത്തമമായ ഒക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോട് സൂക്ഷിച്ചു. ഹീനവും നിസ്സാരവുമായവ ഒക്കെയും അവർ നിർമൂലമാക്കി കളഞ്ഞു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ശമൂവേലിൽ ഉണ്ടായതെന്തെന്നാൽ, ഞാൻ ശൗലിനെ രാജാവാക്കി വാഴിച്ചതിനാൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു, എൻ്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമെല്ലാം. ഇതിങ്കൽ ശമൂവേലിനു വ്യസനമായി. അവൻ രാത്രി മുഴുവനും യഹോവയോട് നിലവിളിച്ചു. ശമൂവേൽ ശൗലിനെ എതിരേൽപ്പാൻ അതികാലത്ത് എഴുന്നേറ്റപ്പോൾ ശൗൽ കർമ്മേൽ എത്തിയെന്നും ഒരു സ്തംഭം നാട്ടി ഘോഷയാത്ര കഴിച്ചു തിരിഞ്ഞു ഗിൽഗാലിലേക്ക് പോയി എന്നും ശമൂവേൽ അറിവ് കിട്ടി. പിന്നെ ശമൂവേൽ ശൗലിന്റെ അടുക്കലെത്തിയപ്പോൾ ശൗൽ അവനോട്, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനു ശമൂവേൽ, എൻ്റെ ചെവിയിൽ എത്തുന്ന ആടുകളെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളകളുടെ മുറുക്കലും എന്തു എന്ന് ചോദിച്ചു. അവയെ അമാലേക്യരുടെ പക്കൽ നിന്നു അവർ കൊണ്ടുവന്നതാകുന്നു. ജനമാടുകളിലും കാളകളിലും മേത്തരമായവയെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജീവനോടെ സൂക്ഷിച്ചു. ശേഷമുള്ളവയെ ഞങ്ങൾ നിർമൂലമാക്കി കളഞ്ഞു എന്നു ശൗൽ പറഞ്ഞു. ശമൂവേൽ ശൗലിനോട്, നിൽക്ക, യഹോവ ഈ കഴിഞ്ഞ രാത്രി എന്നോട് അരുളി ചെയ്തത് ഞാൻ നിന്നെ അറിയിക്കും എന്ന് പറഞ്ഞു. അവൻ അവനോട് പറഞ്ഞാലും എന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ പറഞ്ഞതോ, നിന്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും യഹോവ നിന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് തലവനായിരിക്കുകയും ഇസ്രായേലിന്റെ രാജാവായി നിന്നെ അഭിഷേകം ചെയ്യുകയും ചെയ്തു വയ്ക്കല്ലോ. പിന്നെ യഹോവ നിന്നെ ഈ ഒരു വഴിക്ക് അയച്ചു. നീ ചെന്നു അമാലേക്യരായ പാപികളെ നിർമൂലമാക്കുകയും അവർ നശിക്കുകയും വരെ അവരോട് പൊരുതുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഇരിക്കെ നീ യഹോവയുടെ കൽപ്പന അനുസരിക്കാതെ കൊള്ളയ്ക്ക് ചാടി യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തത് എന്ത്? ശൗൽ ശമൂവേലിനോട്, ഞാൻ യഹോവയുടെ കൽപ്പന അനുസരിച്ചു. യഹോവ എന്നെ അയച്ച വഴിക്ക് പോയി അമാലേക് രാജാവായ അഗാഗിനെ കൊണ്ടുവന്നു അമാലേക്യരെ നിർമൂലമാക്കി കളഞ്ഞു. എന്നാൽ ജനം ശബ്ദാത്ഭുത വസ്തുക്കളിൽ വിശേഷമായ ആടുകളെ കൊള്ളയിൽ നിന്നു എടുത്തു ഗിൽഗാലിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ കൊണ്ടുവന്നിരുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ പറഞ്ഞത് യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹരണയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതനുസരിക്കുന്നത് യാഗങ്ങളെക്കാളും ശ്രദ്ധിക്കുന്നു. മുട്ടാടുകളുടെ മേധസ്സേക്കാളും നല്ലത്. മത്സരം അഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജ വിഗ്രഹാരാധന പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടു അവൻ നിന്നെയും രാജസ്ഥാനങ്ങളിൽ നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ശൗൽ ശമൂവേലിനോട്, ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്ക് കേട്ടനുസരിക്കുന്നതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ചു പാപം ചെയ്തിരിക്കുന്നു. എങ്കിലും എൻ്റെ പാപം ക്ഷമിച്ചു ഞാൻ യഹോവയെ നമസ്കരിക്കേണ്ടതിനോ
എന്നോടുകൂടെ പോരണമേ എന്ന് പറഞ്ഞു. ശമൂവേൽ ശൗലിനോട്, ഞാൻ പോരുകയില്ല, നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ടു യഹോവ നിന്നെയും ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. പിന്നെ ശമൂവേൽ പോകുവാൻ തിരിഞ്ഞപ്പോൾ അവന്റെ നീലയങ്കിയുടെ വിളുമ്പു പിടിച്ചു വലിച്ചു, അത് കീറിപ്പോയി. ശമൂവേൽ അവനോട്, യഹോവ ഇന്ന് ഇസ്രായേലിന്റെ രാജ്യത്വം നിങ്കിൽ നിന്നു കീറി നിന്നേക്കാൾ ഉത്തമനായ നിന്റെ കൂട്ടുകാരന് കൊടുത്തിരിക്കുന്നു. ഇസ്രായേലിന്റെ മഹത്വമായവൻ ഭോഷ്കു പറയുകയില്ല, അനുദപിക്കുകയുമില്ല, അനുദപിപ്പാൻ അവർ മനുഷ്യനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ പാപം ചെയ്തിരിക്കുന്നുവെങ്കിലും ജനത്തിന്റെയും മൂപ്പന്മാരെയും ഇസ്രായേലിന്റെയും മുമ്പാകെ ഇപ്പോൾ എന്നെ മാനിച്ചു. ഞാൻ നിന്റെ ദൈവമായ യഹോവയെ നമസ്കരിക്കേണ്ടതിനോ എന്നോടുകൂടെ പോരണമേ എന്ന് അപേക്ഷിച്ചു. അങ്ങനെ ശമൂവേൽ ശൗലിന്റെ പിന്നാലെ ചെന്നു ശൗൽ യഹോവയ്ക്ക് നമസ്കരിച്ചു. അനന്തരം ശമൂവേൽ അമാലോക് രാജാവായ ആഗാഗിനെ ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരും എന്ന് കൽപ്പിച്ചു. ആഗാഗ് സന്തോഷഭാവത്തോടെ അവന്റെ അടുക്കൽ വന്നു. മരണഭീതി നീങ്ങിപ്പോയി എന്നു ആഗാഗ് പറഞ്ഞു. നിന്റെ വാൾ സ്ത്രീകളെ മക്കളില്ലാത്തവരാക്കിയതുപോലെ നിന്റെ അമ്മയും സ്ത്രീകളുടെ ഇടയിൽ മക്കളില്ലാത്തവളാകും എന്നും ശമൂവേൽ പറഞ്ഞു. ഗിൽഗാലിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ ആഗാഗിനെ തുണ്ടം തുണ്ടമായി വെട്ടിക്കളഞ്ഞു. പിന്നെ ശമൂവേൽ രാമയിലേക്ക് പോയി ശൗലും ശൗലിന്റെ ഗിബയിൽ അരമനയിലേക്ക് പോയി. ശമൂവേൽ ജീവപര്യന്തം ശൗലിനെ പിന്നെ കണ്ടില്ല. എങ്കിലും ശമൂവേൽ ശൗലിനെ കുറിച്ച് ദുഃഖിച്ചു. യഹോവയും താൻ ശൗലിനെ ഇസ്രായേൽ രാജാവാക്കിയത് കൊണ്ട് അനുദപിച്ചു. ദൈവമേ, സേവനയ്ക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോ.